നിങ്ങൾക്ക് കരാട്ടെ അറിയാം, മറ്റു മാർഷൽ ആർട്സുകൾ എല്ലാം അറിയാം. പക്ഷെ നിങ്ങൾക്ക് ബോക്സിംഗ് അറിയാമോ? ബോക്സിംഗിന്റെ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് എത്താറായി. അതിന് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് സ്കൂളുകൾ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ബോക്സിംഗിലേക്ക് ഒരുപാട് പേര് കടന്നു വരുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സ്ഥിരമായിട്ട് പല കോമ്പറ്റീഷനുകളും കണ്ടുവരുന്ന ഒരു കാര്യമാണ് മറ്റു ചില മാർഷൽ ആർട്സുകൾ ചെയ്യുന്ന കുട്ടികളെ ഈ ബോക്സിംഗിന്റെ കോമ്പറ്റീഷനുണ്ട് ഇറക്കുന്നത്. പക്ഷെ ഇറക്കുന്നതുകൊണ്ട് തെറ്റില്ല. മറ്റു മാർഷൽ ആർട്സുകൾ പഠിച്ചുകൊണ്ട് മാത്രം ബോക്സിംഗിന്റെ റൂൾസ്, ടെക്നിക്സ്, സ്കോറിംഗ് സിസ്റ്റം, കോമ്പറ്റീഷൻ സ്ട്രക്ചർ ഇതൊക്കെ മനസ്സിലാവണമെന്നില്ല. കരാട്ടെ നിന്നും മറ്റു മാർഷൽ ആർട്സിൽ നിന്നൊക്കെ ബോക്സിംഗിന്റെ ലീഗൽ പഞ്ചസ് എന്തൊക്കെയാണെന്നും ഫൗൾസ് എന്തൊക്കെയാണെന്നും റഫറി കമാൻഡേഴ്സ് എന്തൊക്കെയാണെന്നും ഇതൊന്നും പോട്ടെ സേഫ്റ്റി പോലും നോക്കാതെ കുട്ടികളെ കൊണ്ട് മത്സരിപ്പിക്കാറുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ കുട്ടികളെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികൾക്ക് മാത്രമല്ല കൂടെ കളിക്കുന്ന കുട്ടികൾക്കും ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് കൂടുതലല്ല. പിന്നീട് അവസാനം ആ പ്രശ്നവും വരുന്നത് ബോക്സിംഗിന്റെ തലയിലായിരിക്കും. ഇത് സ്കൂൾ അതോറിറ്റിയോടും കോച്ചസിനോടുള്ള എന്റെ ജെന്യു റിക്വസ്റ്റ് ആണ്. ഈ വീഡിയോ ആരെയും വ്യക്തിപരമായിട്ട് വിമർശിക്കാനുള്ള വീഡിയോ അല്ല. ഇത് പേരൻസ് കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാമെന്ന് കരുതി ബോക്സിംഗ് അറിയണമെന്നില്ല. ലേൺ ദ സ്പോർട്ട്, റെസ്പെക്ട് ദ സ്പോർട്ട്.